വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ് SCERT ടോപ്പിക്കായി ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗമാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് മൗലിക അവകാശം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ എന്നിവയെക്കുറിച്ചാണ്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതെന്താണെന്ന് നോക്കാം. സമത്വത്തിൻ്റെ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ വാക്കുകൾ ആരുടേതാണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ വേർഡ്സ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പോകാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പം നിലവിൽ വന്ന ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം, 1946 ഡിസംബർ 6. ഇതിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുത്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ 3 ഉപസമിതികളുടെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ നെഹ്റുവാണ്. ഇനി രൂപീകരണ വേളയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 389 പേരാണ്. അതേസമയം സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര അംഗങ്ങളാണ്? 299 മാറി. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം, മനുഷ്യാവകാശങ്ങൾ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ നോക്കി പോകാനേ ഉള്ളൂ. മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെയും പേഴ്സണാലിറ്റിയൊക്കെ സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് നമുക്ക് മനുഷ്യാവകാശം എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി വിവേചനമില്ലാതെ ജീവിതം നയിക്കാനുള്ള അവകാശം. അതായത് ഈ പറഞ്ഞ വിവേചനമൊന്നും കൂടാതെ ജീവിതം നയിക്കാനുള്ള അവകാശത്തെയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം, മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 കൂട്ടിച്ചേർത്തേക്കുന്നത്. ഇവിടെ നമുക്കതിൻ്റെ ഡെഫിനിഷനാണ് നോക്കേണ്ടത്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശം. അതായത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അവയെ നമുക്ക് മൗലിക അവകാശം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഒരു പൗരന് ജീവിക്കാൻ അനിവാര്യമായ അവകാശങ്ങൾ, അതിനെയാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 മൗലിക അവകാശം കൂട്ടിച്ചേർത്തേക്കുന്നത്. അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ മൗലിക അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങളുടെ നാൾ വഴി. എന്ന് വെച്ചാൽ മൗലിക അവകാശം വരുന്നതിന് മുൻപേ ഏതെങ്കിലും അവകാശ പത്രിക ഉണ്ടായിരുന്നോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇത് ക്രമം തെറ്റിച്ചിട്ട് ശരിയായ ക്രമം ഏതാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഡേറ്റ് വെച്ചിട്ട് തന്നെ ക്രമമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത് വന്ന അവകാശ രേഖയാണ്, ലോകത്തിൽ തന്നെ ഒന്നാമത് വന്ന അവകാശ രേഖയാണ് മാഗ്ന കാർട്ട. 1215 വന്നത്. രണ്ടാമത് വന്നതാണ് അമേരിക്കൻ അവകാശ പത്രിക, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. അത് 1789 വന്നത്. 1789 അമേരിക്കൻ അവകാശ പത്രിക വന്നത്. അതേ ഇയറിൽ തന്നെ മൂന്നാമതൊരു അവകാശരേഖ വന്ന്, അതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, 1789. അപ്പോൾ മൂന്നാമത് വന്ന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. എന്നാൽ ആദ്യം വന്നതാണ് അമേരിക്കൻ അവകാശ പത്രിക, സെയിം ഇയർ തന്നെയാണ്. നാലാമത് വന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, 1948 വന്നത്. 1948 വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. എന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന മൗലികാവകാശം വന്നത്. ഇനി നമുക്ക് ഈ അവകാശ രേഖയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ ഈ പറഞ്ഞ അവകാശ രേഖകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടെക്സ്റ്റിൽ 3 അവകാശ രേഖയെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്ന കാർട്ട. പൗര അവകാശത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. അതായത് ലോകത്തെ തന്നെ ആദ്യത്തെ അവകാശ രേഖയാണ് മാഗ്ന കാർട്ട. എന്തിനെ പറ്റി പറഞ്ഞ? പൗരാവകാശത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും പറഞ്ഞ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയ പ്രമാണം എന്നാണ്. അതേപോലെ തന്നെ ബ്രിട്ടനിലെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ ആദ്യ അവകാശ രേഖയും കൂടിയാണ്
മാഗ്ന കാർട്ട. അപ്പം ബ്രിട്ടനിലെ ആദ്യ അവകാശരേഖയും മാഗ്ന കാർട്ടയാണ്, ലോകത്തിലെ ആദ്യ അവകാശരേഖയും മാഗ്ന കാർട്ടയാണ്. 1215 ഇംഗ്ലണ്ട് ഭരണാധികാരിയായ ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ ഈ രേഖയിൽ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചു. അതേപോലെ തന്നെ മാഗ്ന കാർട്ടയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും എല്ലാം അടിസ്ഥാനമായിട്ട് മാറുന്നത് മാഗ്ന കാർട്ടയാണ്. ഇത്രയേ ഉള്ളൂ. ഒരു പോയിൻറ്റും കൂടെ. ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും എന്നിങ്ങനെയുള്ള രേഖകൾ വന്നത് ഈ മാഗ്ന കാർട്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാഗ്ന കാർട്ടയെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത് അമേരിക്കൻ അവകാശ പത്രിക. 1789 വന്ന അമേരിക്കൻ അവകാശ പത്രിക. അത് ഇത്രയേ ഉള്ളൂ. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഭാഗത്തിനെയാണ് അമേരിക്കൻ അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് പൗരന് ഉറപ്പുവരുത്തുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുന്നതിനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം എന്നിങ്ങനെയുള്ള അവകാശങ്ങളാണ് അമേരിക്കൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നത്. ഇത്രയേ ഉള്ളൂ അമേരിക്കൻ അവകാശ പത്രിക. ഇനി നമുക്ക് മൂന്നാമത് നോക്കുന്നത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതും 1789 വന്നത്. പക്ഷേ ആദ്യം വന്നത് അമേരിക്കൻ അവകാശ പത്രികയാണ്. നമുക്ക് നോക്കാം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതായത് ഈ ഒരു അവകാശ രേഖയെന്ന് പറയുന്നത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണ് പ്രഖ്യാപിച്ചത് 1789. ഈ ഒരു അവകാശ രേഖയിൽ വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്കുള്ള അവകാശം, അതേപോലെ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള അവകാശത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഇനി ഈ പ്രഖ്യാപനത്തിൽ എന്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പൗരന്മാർ ജന്മനാ സ്വതന്ത്രരാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും തുല്യമായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേന്ന് വെച്ചാൽ സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതായത് സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ കാര്യത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. നമ്മൾ പാർട്ട് 2 ഇനി ഓരോ മൗലിക അവകാശത്തെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.